ജസ്റ്റ് ഒന്ന് ബ്ലാസ്റ്റ് ഡ്രൈ എന്നാണ് പറയാം. നമ്മളിങ്ങനെ ഉണക്കുന്നതിൻ്റെ പേരാണ് ബ്ലാസ്റ്റ് ഡ്രൈ. കോംബ് വെച്ച് ചെയ്യുമ്പോൾ റൗണ്ട് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ബ്ലോ ഡ്രൈ. ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എപ്പോഴും മീഡിയം ഇതിൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഹെയർ പ്യുവർ പ്രോട്ടീനാണ്, മനസ്സിലായില്ലേ? അമിതമായിട്ടുള്ള ചൂട് ചെന്ന് കഴിയുമ്പോൾ മുടി ബേണായി പോകും. നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ബേണിങ് ഇല്ലാണ്ട് വരുന്നത്. കണ്ടോ? ഓൾമോസ്റ്റ് മുടി ഇത്രയും മുടി ഉണങ്ങി കിട്ടണം. ഇത്ര ഒരു 80%, ഒരു 80. നല്ല ബ്രാൻഡിൻ്റെ വാങ്ങുക എപ്പോഴും. ഇതിപ്പോൾ ഇതിൻ്റെ ക്രാഫ്റ്റ് പ്രോ നല്ല ബ്രാൻഡുകളാകുമ്പോഴുള്ള വ്യത്യാസം വെച്ചാൽ ഈ ബ്രസീൽസൊക്കെ നല്ല ടൈപ്പുകളായിരിക്കും, ബേൺ ആവില്ല. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്? എവിടേക്കാണോ എന്ത് ടൈപ്പ് കട്ടിങ് എന്നുള്ളതനുസരിച്ച് ഇത് ഫോർവേഡ് ഗ്രാജുവേഷനാണ്. അപ്പോൾ അത് ഫ്രണ്ടിലേക്കാണ് സെറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇത് ബാക്കിൽ കിട്ടുന്ന നോർമൽ ഒരു യു ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പതുക്കെ, അതായത് സെറ്റ് ചെയ്ത ശേഷം വളരെ സ്ലോവിൽ വെച്ചെടുക്കണം. കാരണം ഇത് ഫിക്സ് ആയിട്ടില്ല. ഒരു 5 മിനിറ്റ് നിന്ന് തണുത്താലാണ് ഇത് എന്തുണ്ടാവുക, ഈ ഇന്നർ കേൾസ് ലാസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ വെച്ചൊരു വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു ഫംഗ്ഷന് പോകുമ്പോഴേക്കും അത് വീണ് പോയിട്ടുണ്ടാവും. വളരെ സ്ലോവിൽ കോമ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഹെയർ സ്റ്റൈൽസിൽ ചെയ്യണം അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ ശേഷം ഇവിടെ ഇട്ട് ആ നേരത്തെ എടുത്തപ്പോൾ തന്നെ സെക്ഷനില്ല. ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം തുടക്കത്തിൽ. ഓൾമോസ്റ്റ് റൂട്ട് ടു ഹാഫ് ഇല്ല. റൂട്ട് ഒരിക്കലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടോ? ചൂടെടുക്കുന്നില്ലല്ലോ, ഒട്ടും ചൂടെടുക്കാൻ പാടില്ല. ഹോൾഡ് ചെയ്തു. ആ മിഡിൽക്ക് എൻ്റെ ചെൻകേടം നല്ല ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡ്രയർ. നല്ല ടെമ്പറേച്ചർ ഉണ്ട്, നല്ല HNK എന്നുള്ള ബ്രാൻഡ്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ഇപ്പോൾ 2500 വാട്ട്സ് ചെയ്യാം. നല്ല ടെമ്പറേച്ചർ, നല്ല മെഷീൻ ആയതുകൊണ്ട് നമുക്ക് വേഗം നമ്മുടെ പ്രൊസീജിയർ വേഗം കഴിഞ്ഞ് കിട്ടും. ലോക്കൽ ബ്രാൻഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ഉണ്ടാവില്ല, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പതുക്കെ അഴിച്ചെടുക്കുക. ദെൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം ഇന്നർ കേൾസ് കൊടുത്തിട്ട് സ്ലോലി ഇങ്ങനെ പതുക്കെ അഴിച്ചു കൊണ്ടുപോകും. വീണ്ടും കോംബ് ചെയ്യുക. പതുക്കെ കൊണ്ട്
ആക്കിയാൽ മതി അല്ലേ? വന്നതാരാ പോകുന്നതാരാ മനസ്സിലാകണ്ടോ? കണ്ടോ ആരെ കട്ട് ചെയ്താൽ നിങ്ങളല്ലേ? അല്ലല്ലോ, സൂപ്പർ ഫേസ് ഫ്രെയിമിങ് കാണും. അതൊക്കെയാണല്ലോ. ഇപ്പം കാണാം. 10 മിനിറ്റ് എക്സൈറ്റ്മെൻറ്റിലാണല്ലോ. ആ ക്ലയൻറ്റ് കണ്ടോട്ടെ. കണ്ടോ അതൊക്കെയാണല്ലോ. ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ മറന്നു പോകും. നമുക്ക് ടോട്ടലി ചേഞ്ച് വരണം. പക്ഷെ ലെങ്ത് ഒട്ടും കുറയ്ക്കാമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയർ ടു ഇയർ മാത്രം ഫെദർ ചെയ്ത് കൊടുക്കുക. ബാക്കി ലെങ്ത് സ്ട്രൈറ്റ് യുവോ ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് തോന്നും? നമുക്ക് ഒരു മോഡേൺ ലുക്കും തോന്നും. ബാക്കിൽ അത്ര തന്നെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യും ചെയ്യും. ഇതൊരു ടെക്നിക്കാണ് അതിൽ ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ടിൽ മാത്രം അവർക്ക് ഷോർട്ടൺ ആയിട്ടുള്ള ഒരു ഫീൽ വരും ചെയ്യും. ഒരു മേക്ക് ഓവർ ആവുകയും ചെയ്യും. ബാക്കിലെ ലെങ്ത് നമുക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം.